ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടൂർ. 1200 ആണ്ട് മിഥുനമാസം 32 തീയതി വൈകുന്നേരം ഏകദേശം 26 നാഴികയും 43 വിനാഴികയും ഉള്ള സമയത്ത്, അതായത് ഏകദേശം ഒരു 6:30 6:30 മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുകയാണ് പ്രവേശിക്കുകയാണ്. കർക്കിടക രവി സംക്രമം എന്നാണ് അതിന് പറയുന്നത്. കർക്കിടക രവി സംക്രമം. കർക്കിടകത്തിൽ രവി പറഞ്ഞ സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതന്നെ സംക്രമം എന്ന് പറയുന്നത്. കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലാ രാശിയിലേക്കും സൂര്യൻ പ്രവേശിക്കുമ്പോൾ അതിനെ സംക്രമം എന്ന് പറയാറുണ്ട്. പക്ഷെ പൊതുവെ കർക്കിടക രവി സംക്രമത്തിന് ഒരു പ്രത്യേകത കൂടുതലാണുള്ളത്. അതും പൊതുവെ കേരളീയപരമായിട്ടുള്ള ഇതിലും തമിഴ്നാടിൻ്റെയിലും ഏകദേശം ദക്ഷിണേന്ത്യ മുഴുവനും അങ്ങനെയുള്ളൊരു സംഭവം തന്നെയാണ്. ഇന്ത്യ മുഴുവനും എന്ന് തന്നെ പറയാം. ഇന്ത്യ മുഴുവനും എന്ന് വെച്ച് പറഞ്ഞാൽ രാമായണ മാസം ആരംഭം എന്ന് പറയുന്നത്. രാമായണ മാസം ആരംഭം എന്ന് വെച്ച് പറഞ്ഞാൽ ത്രേതായുഗത്തിൽ ആണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ ജനിക്കുന്നത്. ശ്രീരാമൻ ഒരു കർക്കിടക മാസത്തിൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 4-ാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അവസാനത്തെ 4-ാം പാദം പറയുമ്പോൾ കർക്കിടക കൂറിലാണ് ജനിച്ചിരിക്കുന്നത്. കർക്കിടക കൂറിൽ പുണർദ നക്ഷത്രത്തിൽ കർക്കിടക ലഗ്നത്തിൽ തന്നെയാണ്. അതാണ് ഭയങ്കര രസം. കർക്കിടക ലഗ്നത്തിലും കർക്കിടക സമുച്ചയത്തിലും, അതായത് കർക്കിടക ലഗ്ന സമുച്ചയത്തിലും കർക്കിടക രാശിയിലും പുണർദ നക്ഷത്രത്തിലുമാണ് രവി സംക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രവി സംക്രമത്തിന് നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണ മാസമായി ആചരിച്ച് വരാറുണ്ട്. അപ്പോൾ രാമായണ മാസത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന കുറച്ച് രാശികളുണ്ട്. ആ രാശികളെ പറ്റിയാണ് പറയുന്നത്. ആദ്യം തന്നെ കന്നിക്കൂറുകാർക്ക് 11-ാം ഭാവത്തിൽ, അതായത് സർവാഭീഷ്ടകാമോ ജ്യേഷ്ഠപാദം ജാൽപജ, സർവൈശ്വര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന 11-ാം ഭാവത്തിൽ സൂര്യൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കർക്കിടക രാശിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും വരുന്നത്. കാരണം വെച്ച് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ്, ഐശ്വര്യസ്ഥാനമാണ്, അനുകൂല സ്ഥാനമാണ്. സൂര്യൻ അനുകൂല സ്ഥാനമാണ് 11-ാം ഭാവത്തിൽ. എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനം തന്നെ 11-ാം ഭാവത്തിൽ. അത് കാരണം ധനത്തിൻ്റെ പുഴക്കങ്ങൾ, അതായത് ധനപ്പുഴക്കങ്ങൾ പറഞ്ഞാൽ യഥേഷ്ടം ധനം വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് അതിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിക്കും സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളും ഭവന സംബന്ധമായിട്ടുള്ള ഇടപാടുകളും, അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ളതും രേഖകൾ ഒന്നും ശരിയാകാതെ കിടക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിലോ വില്ലേജ് തലത്തിലോ അങ്ങനെ പട്ടയങ്ങളിലോ അങ്ങനെ വല്ലതും എന്തെങ്കിലും നൂലാമലകൾ വന്ന് കിടക്കുകയാണെങ്കിൽ അതെല്ലാം തിരുത്തേണ്ട ഒരു മാസം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് ശരിയാവും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാവട്ടെ അല്ലലില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ, കലഹമില്ലാതെ പോകേണ്ട ഒരു ലെവലാണ്. കർക്കിടകം ദുർഘടകമാണ് എന്നാണ് പറയാറുള്ളത്. എന്നിരുന്നാലും കന്നിക്കാർക്ക് കർക്കിടകം ദുർഘടകമല്ല, അനുകൂലപരമായിട്ടുള്ളതാണ് പറയുന്നത്. ജാതകത്തിൽ ദശാകാലങ്ങളുടെ അനുഭവം നോക്കിയാണ് ദോഷമാണോ നല്ലതാണോ പറയുന്നത്. പക്ഷെ ദോഷമാണെങ്കിലും ഇപ്പോൾ ചാരവസാൻ നിങ്ങൾക്ക് 11-ാം ഭാവത്തിൽ വരുന്ന സമയത്ത് കുറച്ച് ഗുണം കിട്ടും എന്ന് പറഞ്ഞു. അതേ സമയത്ത് ജാതകത്തിൽ ഗുണമാണെങ്കിൽ കുറച്ചുകൂടെ ഗുണാനുഭവങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് സംബന്ധമായിട്ടുള്ള ഇടപാടുകളും വില്ലേജ് സംബന്ധമായിട്ടുള്ള ഇടപാടുകളും കലക്ടറേറ്റ് സംബന്ധമായിട്ടുള്ള ഇടപാടുകളും അതുപോലെ പാർലമെന്റ് ആയിക്കോട്ടെ ആയിട്ടുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കാര്യസാധ്യതയുണ്ടാവും. ഉദ്ദിഷ്ട കാര്യം നടക്കുവാനുള്ള സാധ്യതകളുണ്ടാകും. അതുപോലെ തന്നെ ധാരാളം ബന്ധുസമൂഹങ്ങളുമായിട്ട് ഇണവരുവാനുള്ള സാധ്യതയും സമൂഹങ്ങളായിട്ട് വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ കന്നിക്കൂറുകാർക്ക് വിചാരിച്ച കാര്യങ്ങൾ, ഉദ്ദിഷ്ട കാര്യങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസ യോഗത്തിനും വിദേശ സംബന്ധമായിട്ടുള്ള യോഗത്തിനും സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ
എല്ലാ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും യഥേഷ്ടപരമായിട്ടുള്ളതുണ്ട്. അത് ഗവൺമെൻറ് തലമായിട്ടുള്ള ജോലി എടുക്കുന്നവർക്ക് ഉദ്യോഗകയറ്റമാണെങ്കിൽ ഉദ്യോഗകയറ്റം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പ്രമോഷനാണെങ്കിൽ അത് പ്രമോഷനും വന്നു കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ സ്ഥലമാറ്റവും, സ്ഥലമാറ്റം പറഞ്ഞാൽ അവരവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് മാറ്റം ആവശ്യമാണെങ്കിൽ അതും കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ആനുകൂല്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ വരുവാനുള്ള സാധ്യത. അതുകൂടാതെ തന്നെ തൊഴിൽ മുന്നേറ്റം വരുവാനും തൊഴിൽ യഥേഷ്ടം വന്നു ചേരുവാനും ബിസിനസ്സിനാണെങ്കിൽ ബിസിനസ് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതയും സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുകൂലം തരുന്ന ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം. കന്നിക്കൂറുകാർക്ക് നമസ്കാരം.